ഒരിക്കലൊരു മനുഷ്യരെ ഒരു 2 ചെറുപ്പക്കാരെ, ഈ ചെറുപ്പക്കാരിൽ മൂത്തയാൾക്കെന്നൊരു 30 വയസ്സ് പ്രായം കാണും, രണ്ടാമത്തേവന് ഒരു 28-27 വയസ്സ് പ്രായം. 3 മക്കളുള്ള ഒരു കുടുംബത്തിലെ മൂത്ത മകനവന്. ഇവന് ഈ ഫിറ്റ്സ് രോഗം ഭയങ്കരമായിട്ട്, ഈ എപ്പിലെപ്സി രോഗം ഒന്ന് ബോധം കെട്ട്. അപ്പം അവൻ വന്ന് പറഞ്ഞു, അച്ഛാ ഇത് നേരത്തെ എനിക്കുണ്ടായിരുന്നു, ഞാൻ അതിനകത്ത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഒരിടത്ത് പോയി ഇങ്ങനൊരു കുളിക്കാൻ പോയപ്പം വെള്ളത്തിൽ വെച്ച്, കാരണം അങ്ങനെയുള്ളടത്ത് വെച്ചാണുള്ളത് കൂടാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് കൂടി വെച്ച് കഷ്ടിച്ചവൻ മുങ്ങിപ്പോകേണ്ടതായിരുന്നു, വെള്ളത്തിൽ മുങ്ങി മരിക്കേണ്ടതായിരുന്നു, കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അപ്പം അതിനുശേഷം ഇവൻ്റെ ചേട്ടനും അനുജനും കൂടെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം, ഇത് ഹീല് പൈസ. അപ്പം ഇങ്ങനെ തലയ്ക്ക് വെച്ച് പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കും. പെട്ടെന്ന് ഈശോ എനിക്ക് കാണിച്ചിരുന്നത് ഒരു വൈദികൻ ഒരു പള്ളിമുറി ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ചേട്ടാ ഒരച്ഛൻ ഇങ്ങനെ വിട്ട് കരയുന്നുണ്ടല്ലോ, എന്തോ ഒരു മുറിക്കകത്ത് ഇങ്ങനെ അടച്ച്. അപ്പം പെട്ടെന്ന് ഇവൻ പറഞ്ഞു, അച്ഛാ അത് ഞാനല്ല പ്രശ്നദോഷം, അതെൻ്റെ പപ്പ പണ്ട് ആളിങ്ങനെ ചെറുപ്പകാലത്തിങ്ങനെ കുടുംബത്തിൽ ഇങ്ങനെ ഇടവകയിൽ ഇങ്ങനെ യുവജനങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെയൊക്കെ നേതാവായിരുന്നു. അപ്പോൾ വികാരച്ചന് എന്തോ ഒരു പ്രശ്നം വന്നപ്പോൾ അച്ഛനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുറിക്കകത്തിട്ട് ഭയങ്കരമായിട്ട് അലറി വിളിച്ച് അച്ഛനകത്തിരുന്ന് ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടാവും. എന്താ വെച്ചാൽ ഞാൻ പറയാം, എനിക്കറിയില്ല, എനിക്ക് കാര്യമൊന്നും മനസ്സിലായി, പക്ഷെ ഇങ്ങനൊരു സംഭവം പെട്ടെന്ന് എനിക്ക് കാണിച്ചു തന്നു. പിറ്റേ ദിവസം തന്നെ ഇവൻ്റെ അപ്പനും അമ്മയും ഇവൻ്റെ 3 മക്കളെല്ലാം കൂടെ എൻ്റെ അടുത്തെത്തി. പരിശുദ്ധൻ പറഞ്ഞു, ഈ ഒരു പൈശാചിക ബന്ധനം അത് അഴിയണമെങ്കിൽ ആ അച്ഛൻ തന്നെ അഴിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഈ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോടാ? പറഞ്ഞു, അച്ഛനുണ്ടോ? ചങ്ങ് ദൂരെ അച്ഛൻ. അച്ഛനെ ഇപ്പം റിട്ടയേർഡാ, വളരെ പ്രായത്തിൽ കഴിയുന്ന അച്ഛന്. 90 വയസ്സ് പ്രായത്തിന് മുകളിലുണ്ട് അച്ഛനുണ്ട്. ഞാൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. പോയി അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. അപ്പം അത് എന്താ എനിക്കിതിനകത്തൊന്നും ദൈവശാസ്ത്രത്തെക്കുറിച്ചൊന്നും എനിക്കറിയാം. പക്ഷേ സംഭവിച്ചത് ഇവനവിടെ ചെന്നു, ഇവരെല്ലാവരും കൂടെ വണ്ടിയെടുത്ത് അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ്റെ അച്ഛാ അച്ഛന് ഓർക്കൊന്നൊന്നുമില്ല, കാരണം ഇത് പണ്ട് നടന്ന സംഭവമാണ്. അച്ഛൻ ഇവൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അതിനുശേഷം ഇപ്പോൾ ഒരു 8 വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ രോഗം ഒരിക്കലും ഇവനൊരിടത്ത് വെച്ച് ഉണ്ടായിട്ടില്ല. ഇവൻ്റെ കട്ടഴുകുകയും ബന്ധനം അടിഞ്ഞു പോവുകയും ചെയ്ത് സഭയിലൂടെ അത് ചിലപ്പോൾ അത് ചില മാരക പാപങ്ങൾ ചെയ്യുമ്പോൾ അതിലൂടെ ചില അന്ധകാര ശക്തികൾ നമ്മുടെ കുടുംബത്തെ മൊത്തം കയറിച്ചനെ ആക്രമിക്കും. അത് ദൈവശിക്ഷയൊന്നുമല്ല, അങ്ങനെയൊന്നും എടുത്തേക്കരുത്. ദൈവശാപവും അങ്ങനൊന്നും പറഞ്ഞേക്കരുത്. ദൈവം കരുണയും സ്നേഹവും തന്നെയാണ് പ്രസലോഷം. പക്ഷേ ഇതിങ്ങനൊരു സംഭവം ഉണ്ട്. ഇതിനകത്ത് ചില മേഖലയുണ്ട്. ചില കുടുംബങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ചിലപ്പോൾ ചില വൈദികരെയൊക്കെ പീഡിപ്പിക്കുന്ന കുടുംബങ്ങളിൽ പിശാചിൻ്റെ ശല്യം കൂടുതലാണ്. വൈദികരുടെയൊക്കെ കണ്ണുനീരൊടുക്കിയിരിക്കുന്ന കുടുംബങ്ങളിൽ അന്ധകാര ശക്തികളുടെ ശല്യം കൂടുതലായിരിക്കും. പ്രസലോഷം ഒരിക്കലും വൈദികരെയൊക്കെ ആരെയും ശപിക്കാനുള്ള അധികാരമൊന്നും കർത്താവ് കൊടുത്തിട്ടില്ല. വൈദികർക്ക് ഞാൻ ഓർക്കണം, വൈദികർക്ക് ഒരിക്കൽ കാണാം വൈദികരെ അനുഗ്രഹിക്കാനുള്ള ആവശ്യം. പക്ഷേ ഈ വൈദികർ ഒന്നും ചെയ്യേണ്ട, ചില സമയത്ത് ഈ വൈദികരുമായിട്ട് സഭയുമായിട്ട് ബലിപീഠമായത് തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന കുടുംബങ്ങളിൽ പിന്നീട് ഒരുപാട് അനർത്ഥങ്ങൾ വരുന്ന എന്തുകൊണ്ട്. ഇതിനെക്കുറിച്ച് ഒരിക്കൽ എൻ്റെ സ്നേഹിതനും നമ്മുടെ കേരള സഭയുടെ ഒരു വലിയൊരു പിതാവും കൂടെയായ ഈ പാമ്പ്ലാനി പിതാവ് പറയുമായിരുന്നു. അതായത് സഭ ഭൂമിയിലെ ദൈവരാജ്യം, രാജ്യം സഭ, തിരുസഭ ഭൂമിയിലെ ദൈവരാജ്യം. ഈ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അതിനു ചുറ്റും വലിയൊരു സംരക്ഷണം അതിലുണ്ട്. സഭയോടും ബലിപീഠത്തോടും ഐക്യപ്പെട്ട് നിൽക്കുന്നവന് ഈ മതിലുകൾക്കുള്ളിലാണ് നിൽക്കുക. അവന് സുരക്ഷിതനാണ്. അവിടെ വിശുദ്ധരുടെയും മാലാഖമാരുടെയും പുണ്യവാന്മാരുടെയും അപ്പസ്തോലന്മാരുടെയും സംരക്ഷണം ആ വ്യക്തികൾക്കുണ്ട്. പക്ഷേ അപ്പോൾ സഭയ്ക്കെതിരെ, സഭയുടെ പ്രബോധനങ്ങൾക്കെതിരെ, ബലിപീഠത്തിനെതിരെ, കർത്താവിൻ്റെ പുരോഗതിനെതിരെ ഒരാൾ നീങ്ങുമ്പോൾ ആ വ്യക്തി അറിഞ്ഞോ അറിയാതെയോ ഈ സംരക്ഷണ കോട്ടയ്ക്ക് വെളിയിലിറങ്ങുക. സംരക്ഷണ കോട്ടയുണ്ട്. ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോഴും എനിക്കൊരു സംരക്ഷണ കോട്ടയുണ്ട്. കാരണം സഭയ്ക്കുള്ളിലാണ് നിൽക്കുന്നത്. സഭയുടെ വിശ്വാസത്തോടും സഭയുടെ അധികാരത്തോടും സഭയുടെ എല്ലാത്തിനോടും പൂർണ്ണമായിട്ടും ആത്മാവിൽ ഐക്യപ്പെട്ട് നിൽക്കുമ്പോൾ ആ ഒരു സംരക്ഷണ കോട്ട എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കും.
പക്ഷേ ഇപ്പോൾ സഭയ്ക്കെതിരെ തിരിയുമ്പോൾ സംഭവിക്കുന്നത് ഈ സംരക്ഷണ കോട്ടയ്ക്ക് വെളിയിലോട്ട് ആ വ്യക്തി ഇറങ്ങുക, അറിഞ്ഞോ അറിയാതെയോ. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നമുക്കറിയാം, ഒരിക്കൽ നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് കയറിയത്. ദേവാലയത്തിൻ്റെ പ്രധാന വാതിക്കൽ വെച്ച് നമ്മളൊരു പ്രതിജ്ഞ നടത്തും, ഒരു ചോദ്യം ചോദിക്കും. അതായത് പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെ നീ, അപ്പോൾ നീ എന്ത് പറയും? അവനെ തള്ളി പറഞ്ഞു. എൻ്റെ യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുന്നു. അപ്പോൾ നീ എന്ത് പറയും? അപ്പോൾ നമ്മൾ അവനെ തള്ളിക്കളഞ്ഞിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറിയത്. പ്രൈസ് ദി ലോർഡ്. ഇനി പുറത്തിറങ്ങിയാൽ അവൻ നമ്മളെ വെച്ചേക്കില്ല. പ്രൈസ് ദി ലോർഡ്. പുറത്തിറങ്ങുമ്പോൾ ഇവൻ കയറി ആഞ്ഞടിക്കും. അതാണ് പലപ്പോഴും സഭയോടും വൈദികരോടും ബലിപീഠത്തോടും ഗുസ്തി പിടിക്കുന്ന ചില ജീവിതങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ പൈശാചിക പീഡ ഭയങ്കരമായിട്ടുണ്ടാകുന്ന കാണാൻ പറ്റും. ഇത് സഭയിലും ചില കുറവുകളെല്ലാവർക്കും ഉണ്ടാകും. കുറവുകളുണ്ട്. ഞാൻ പറയുന്ന ആളുകൾ സഭയ്ക്കൊരു ഒത്തിരി, പ്രത്യേകിച്ച് അച്ഛന്മാർക്ക് ഒത്തിരി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ഇവിടെ വിഷമിക്കുന്ന, പലതരത്തിൽ വിഷമിക്കുന്ന വൈദികർ നമ്മുടെ ഇടയിലുണ്ട്. പ്രശ്നം അവർക്ക് ഒത്തിരി നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ അണക്കരയിൽ ഏകദേശം 5200 വൈദികർ താമസിച്ച് ധ്യാനിച്ചിട്ടുണ്ട്. പ്രശ്നം അപ്പോൾ ഈ മാസം മുതൽ വൈദികരുടെ ധ്യാനം ഔദ്യോഗികമായിട്ട് തുടങ്ങുക. പ്രശ്നം 200 വൈദികർ ഈ മാസം 31 തൊട്ട് അവിടെ ധ്യാനിക്കാൻ 5 ദിവസത്തെ ധ്യാനത്തിനായിട്ട് എത്തും. ഇനി കൂടെ വൈദികരുടെയും സന്യസ്തരുടെയും ധ്യാനം ഉണ്ടാകും. അപ്പോൾ ഞാൻ ഈ വൈദികരുടെ എല്ലാം വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി പേരുടെ ഞാൻ കേൾക്കുന്നത്. വേദനിക്കുന്ന വൈദികരുണ്ട്. അതേസമയം എനിക്ക് നിങ്ങളോട് സന്തോഷ വാർത്ത പറയാനുണ്ട്. ഞാൻ കണ്ടുമുട്ടിയ വൈദികരിലെ ബഹുഭൂരിപക്ഷത്തിൻ്റെ മുകളിൽ വൈദികർ വിശുദ്ധരായ വൈദികരായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ കൃപ. അതുകൊണ്ട് ഈ സഭയെ തകർക്കാൻ ആരെല്ലാം എവിടെയെല്ലാം ഏതെങ്കിലും 1, 2, 10, 50, 100 വൈദികരെ ഉപയോഗിച്ചാലും അവൻ തകർന്നു പോകുന്നല്ലാതെ ഈ സഭ തകർന്നു പോകില്ല എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. 2 കരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ വൈദികർക്ക് അധികാരം എന്നൊരു സംഭവം കൊടുക്കുക? പരിശുദ്ധാത്മാവിൻ്റെ അധികാരം. അപ്പോൾ അതിനോട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുറവുകളുള്ളവർ മാനസാന്തരപ്പെട്ട് സഭയോടും വിശ്വാസത്തോടും 100% ഐക്യപ്പെടാൻ വേണ്ടി വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അധികാരത്തിനും കൃപയ്ക്കും ഒരു കുറവില്ല. എത്ര മോശം വൈദികനാണേലും ബലിയർപ്പിക്കുമ്പോൾ ആ ബലി കർത്താവിൻ്റെ തന്നെയാണ്, കാൽവരി ബലി തന്നെയാണ്. അത് പരിശുദ്ധ കുർബാന, ഈശോയുടെ ശരീരം. അതിന് യാതൊരു പൊടി പോലും ചെളി പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് നന്ദി പറയട്ടെ, ബന്ധം മാത്താടിയട്ടെ. ആണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ദേശത്തുള്ള ഏതെങ്കിലും കുടുംബങ്ങൾ, സഭയിലുള്ള ഏതെങ്കിലും, ലോകം മുഴുവനുള്ള വചനം കേട്ടു മക്കൾ, അവരുടെ കുടുംബങ്ങൾ ചിലപ്പോൾ വിടുതൽ കിട്ടാൻ ഇങ്ങനെയുള്ള ചില മേഖലകളിൽ അവർ പോയി, ചിലപ്പോൾ അവരാരെങ്കിലും അറിഞ്ഞോ അറിയാതെ അച്ഛന്മാരെയോ മെത്രാന്മാരെയോ ഒക്കെയോ രഹസ്യമായോ പരസ്യമായോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ തന്നെ പോയി മുട്ടുകൊത്തി ഒരു പ്രാർത്ഥനയങ്ങ് മേടിച്ചേക്കുക. പ്രശ്ലോഷ്. ചിലപ്പോൾ അതോടെ നിൻ്റെ വീട്ടിലെ പ്രശ്നം മുഴുവൻ തീരും. തകർച്ചകൾ മാറും. പ്രശ്ലോഷ്. അനുഗ്രഹങ്ങൾ ലഭിക്കും. പ്രശ്ലോഷ്. ഘട്ടം കഴിഞ്ഞോളും. പ്രശ്ലോഷ്. അത് വലിയൊരു ആത്മീയ രഹസ്യമാണ് അച്ഛൻ പറയുന്നത്. അത് ചെയ്യണം. നിങ്ങൾ കരകയറാൻ വേണ്ടി അച്ഛൻ നിങ്ങളോട് പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ. പ്രശ്ലോഷ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറവുകൾ വന്നിട്ടുള്ള വൈദികരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെ വേദനിപ്പിക്കുകയോ നിങ്ങളെ പീഡിപ്പിക്കുകയോ നിങ്ങളെ വിഷമിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളവർ കാണുമായിരിക്കും. അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ബലിയർപ്പിക്കണം. പ്രശ്ലോഷ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി കുർബാനയിൽ പ്രത്യേകം നിങ്ങളെ വിഷമിപ്പിക്കുകയോ മുറിവേൽപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളവർ കാണുകയെ പലതരത്തിൽ ബലിയിൽ സമർപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രശ്ലോഷ്. അങ്ങനെ ബലിയർപ്പിക്കുമ്പോൾ അവിടെ നമുക്ക് പിന്നെ സാത്താനുവിനെ പ്രവർത്തിക്കാൻ പറ്റില്ല. പ്രശ്ലോഷ്. നമ്മൾ സാധാരണ ഈശോ ശത്രുക്കളെ സ്നേഹിക്കാൻ പറയുന്ന പിന്നെ പിശാചിനെ പ്രവർത്തിക്കാൻ അന്ധകാരത്തിന് പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഇതിനിടയിൽ അന്ധകാരം കയറി പ്രവർത്തിക്കും. പ്രശ്ലോഷ്. ആ ഭിന്നതയുടെയും വെറുപ്പിൻ്റെ ഇടയിൽ ഒരു ദുഷ്ടാരൂപിക്കൊരു സ്ഥാനമുണ്ട്. അങ്ങനെ വൈദികരുമായിട്ട് അകന്നിക്കുമ്പോൾ അവിടെ ആ വീട്ടിൽ ആ വ്യക്തിയിലേക്കിട്ട് അത് അടിക്കാൻ ഒരു പൈശാചികത്തേക്ക് ഒരു സ്ഥാനമുണ്ട്, ഒരു പ്ലേസ് ഉണ്ട് അവിടെ. ആ പ്ലേസ് നമ്മളില്ലാതാകും. അവന് അവസരം കൊടുക്കരുതെന്നാണല്ലോ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. ദൈവം നമുക്ക്
കർത്താവ് നമുക്ക് കരുണയുടെ കാലമുണ്ട്. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊന്ന് ഓർത്താൽ മതി. പക്ഷേ നമ്മൾ തിരുത്തണം, നമ്മുടെ ജീവിതത്തിൽ തിരുത്തണം. തിരുത്തുന്നവനാണ് രക്ഷപ്പെടുന്നത്. ശ്രമോടിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. അത് ഒരു എടുത്തു പോയി നമ്മളൊരു പ്രാർത്ഥന മേടിക്കും, അതൊരു എളുപ്പപ്പെടല. കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി ചെയ്താൽ മതി, പെട്ടതുകൂടെ രക്ഷപ്പെടും. ഇപ്പം ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഈശോൻ്റെ ഞാൻ ഈ കാറ്റക്കിസോത്ത് കാത്തലിക് ചർച്ച് പുസ്തകം കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പം എൻ്റെ മുമ്പിൽ തുറന്നിരിക്കുന്നത് അങ്ങ് വായിക്കാൻ പോവാം. പ്രൈസ് ശ്രമോടിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. 553 ഖണ്ഡികയാണ്. യേശു പത്രോസിനൊരു പ്രത്യേക അധികാരം നൽകി. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. താക്കോലുകളുടെ അധികാരം സഭയാകുന്ന ദൈവഭവനത്തെ ഭരിക്കാനുള്ള അധികാരമാണ്. നല്ല ഇടയനായ യേശു തൻ്റെ പുനരുത്ഥാന ശേഷം പ്രസ്തുത അധികാരം സ്ഥിരീകരിച്ചു. എൻ്റെ ആടുകളെ മേയ്ക്കുക, കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം, പാപങ്ങളിൽ നിന്ന് മനുഷ്യരെ വിമോചിപ്പിക്കാനും വിശ്വാസ പ്രബോധനപരമായ പ്രഖ്യാപനങ്ങൾ നടത്തുവാനും സഭയിൽ ശിക്ഷണപരമായ നടപടികൾ എടുക്കുവാനുമുള്ള അധികാരമാണ് സൂചിപ്പിക്കുന്നത്. അപ്പസ്തോലന്മാരുടെ ശുശ്രൂഷയിലൂടെ, വിശേഷിച്ച് പത്രോസിൻ്റെ ശുശ്രൂഷയിലൂടെയാണ് യേശു പ്രസ്തുത അധികാരം സഭയെ ഭരമേൽപ്പിക്കുന്നത്. പത്രോസിന് മാത്രമാണ് രാജ്യത്തിൻ്റെ താക്കോലുകൾ പ്രത്യേകമായി ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു ശ്ലൈഹിക അധികാരത്തോട് ഐക്യപ്പെട്ട് നിൽക്കുന്ന ചില സംഭവം. അപ്പം അതുകൊണ്ടാണല്ലോ ഇപ്പം ബലിയർപ്പണമേൽ നിൻ്റെ ശരീരമാണ് രക്തമാണെന്ന് കർത്താവിൻ്റെ പുരോഹിതൻ കാസയും പിലാസയും എടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ ദാറ്റ് ബിക്കംസ് ദ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നിൻ്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ച് ദ വെരി മൊമെൻറ്റ് അതിൻ്റെ പാപം നീങ്ങിപ്പോയി. വേറെ ആര് പറഞ്ഞാൽ ഈ പാപം മോചിക്കപ്പെടുന്നില്ല. ആരെത്ര പുണ്യപ്പെട്ട ജീവൻ നയിക്കുന്ന ഒരു വൈദികനേക്കാളും 1000 മടങ്ങ് പുണ്യപ്പെട്ട ജീവൻ നയിക്കുന്ന ഒരു അൽമായം പറഞ്ഞു നിൻ്റെ പാപം മോചിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ മോചിക്കപ്പെട്ടു പോകും. ഇത് ഞങ്ങളും അറിയേണ്ടത് കേട്ടോ. ചിലപ്പോഴൊക്കെ ഞങ്ങൾക്കും വീഴ്ചകൾ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം ആ ഒരു കൃപയുടെ ശക്തിയെ, അധികാരത്തിൻ്റെ പവറിനെ ഈ നാളുകൾ ചിലപ്പോൾ പരിഹാസ വിഷയമാക്കുന്ന ആളുണ്ട്. പക്ഷേ 100% അവരെഴുതി വെച്ചു, അവരായിരിക്കും പരിഹാസ വിഷയമായിട്ട് മാറാൻ പോകുന്നു. 2000 വർഷമായിട്ടുള്ള കർത്താവിൻ്റെ സഭയെ കർത്താവ് സംരക്ഷിക്കുന്നത് ഈ ശ്ലൈഹികമായ അധികാരത്തിൻ്റെ തണലിലാണ്. അപ്പോൾ അവിടെയാണ് ഈ പിശാചിനെ പോലും ബഹിഷ്കരിക്കാൻ. ഇപ്പോൾ അച്ഛൻ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ഒറ്റ കാരണം കൊണ്ട്, ബിക്കോസ് ഐ എം എ പ്രീസ്റ്റ്, വൈദികനായതുകൊണ്ട് മാത്രമാണ് കർത്താവിൻ്റെ സഭയിലൂടെ അധികാരം നൽകപ്പെട്ടത് കൊണ്ടാണ് ഈ അന്ധകാര ശക്തിയോട് ഒരാളെ വിട്ടുപോകാൻ കർത്താവിൻ്റെ നാമത്തിൽ പറയുമ്പോൾ ആ വ്യക്തിയെ വിട്ടുപോകുന്നതും ആ സ്ഥലം വിശുദ്ധീകരിക്കപ്പെടുന്നതും കട്ടഴിഞ്ഞു പോകുന്നതും. അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കൈയടിച്ച് കത്തന്ന് പറഞ്ഞേ അഭിഷേകം ഓടിക്കൊട്ടെ 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 ഓടിക്കൊട്ടെ. കരങ്ങൾ ഉയർത്തി കൈയടിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരിക്കൽ കേരളത്തിലൊരു അൽമായനായ ഒരു ധ്യാനഗുരുവായ വിശുദ്ധനായ ഒരു മനുഷ്യന്, എനിക്കൊക്കെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു മനുഷ്യന്. അപ്പം ഇദ്ദേഹം എൻ്റെ ഇടവകയിൽ ധ്യാനം നടത്താൻ വേണ്ടി വന്നു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ഈ ധ്യാനം നടത്താൻ വന്നപ്പോൾ ഒരു ഉദാഹരണം, അദ്ദേഹത്തിന് നല്ല സത്യസന്ധന, നല്ല കൃപയുള്ള, നല്ല വിശുദ്ധനായൊരു മനുഷ്യന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം, ഒരു ഇടവകയിൽ ചെന്നപ്പോൾ ഒരു വൈദികൻ ഒരു ചെറുപ്പക്കാരൻ അച്ഛൻ്റെ ഈ മനുഷ്യൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നപ്പം കരഞ്ഞോട് എനിക്ക് എൻ്റെ ഒന്ന് പ്രാർത്ഥിക്കണം, എന്തോ ഒരു പൈശാചിക പീഡ എൻ്റെ വീട്ടിൽ മുഴുവൻ പൈസ. അവൻ പറഞ്ഞു തുടക്കം ഇതാണ്, ഇടവകയിൽ ഇങ്ങനെ പൊതുയോഗം നടക്കുകയാണ്. അപ്പം അച്ഛനെന്തോ എവിടെയെന്തോ കണക്കുകളിൽ എന്തോ ഒരു മിസ്റ്റേക്ക് എന്തോ സംഭവിച്ചപ്പോഴത്തേക്കും ഇവൻ ആ ചെറുപ്പത്തിൻ്റെ യുവത്വത്തിൻ്റെ തിളപ്പിൽ അങ്ങ് കയറിച്ചതിന് അച്ഛൻ്റെ ലോഹയെ കയറി പിടിച്ച് ഇതിയാനെന്ന് പറഞ്ഞിട്ടിങ്ങനെ കുലുക്കി. അപ്പോഴേ അച്ഛൻ പറഞ്ഞു, മോനെ നീ കൈകൊണ്ട് നീ ഇനി ആരും ഉപദ്രവിക്കുക. ഈ മനുഷ്യന് എനിക്കറിയാവുന്ന ഈ സഹോദരന് പറയാം, അച്ഛാ ഇവന് അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. ഈ ചെറുപ്പക്കാരൻ ഒരു 2 ആഴ്ച ഇവൻ്റെ ഈ കൈയുടെ ഈ ചൂണ്ടുവിരലിൻ്റെ നഖത്തിൻ്റെ ഇവിടെ എന്തോ ഒരു കുഞ്ഞൊരു മുറിവുണ്ടായി. അത് അഴുകാൻ തുടങ്ങി. അത് അവസാനം ആ വിരൽ മുറിച്ച് കളഞ്ഞു. അതിനുശേഷം കൈ പത്തി മുറിച്ച് കളഞ്ഞു. എന്നിട്ട് എനിക്ക് കണ്ടയാൾ എന്നോട് അവൻ തന്നെ പറഞ്ഞ കാര്യം അവൻ നേരെ വന്ന് കൺഫസ് ചെയ്ത് തുറന്നു, കൈ മുഴുവൻ മുറിച്ച് കളഞ്ഞു.
അപ്പോൾ അച്ഛനൊത്തിരി വിഷമിച്ചു, ഈ പറഞ്ഞ അച്ഛന് പിന്നെ കിടന്ന് ഒത്തിരി വേദനിച്ചു. അപ്പോൾ ഇത് ചില സമയങ്ങളിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഞാൻ പേടിപ്പിക്കാനല്ല കേട്ടോ, നിങ്ങളങ്ങനെ ചിന്തിക്കരുത്. അത് അച്ഛന്മാർ ഞങ്ങളും അറിയണം, ദൈവജനം അറിയണ്ട. അത് ഞങ്ങൾക്ക് ദുരുപയോഗിക്കാനുള്ളതല്ല, ചിലപ്പോഴൊക്കെ ദുരുപയോഗിക്കപ്പെടാറുണ്ട്. അത് പാടില്ല. അത് പവിത്രമായിട്ട് സൂക്ഷിക്കേണ്ട കർത്താവിൻ്റെ അധികാരമാണ്. ദൈവജനം ഇതറിയാം. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഈ സഭയുമായിട്ടുള്ള ഈ ഗുസ്തി പിടിക്കുന്ന കുടുംബങ്ങളിൽ അന്ധകാര ശക്തികളുടെ അടിച്ചര കൂടുതലല്ല, ഒത്തിരി കൂടുതലാണ്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ഇനി വാട്സപ്പും ഫേസ്ബുക്കും അതും ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കർത്താവിൻ്റെ സഭയെ നേരിട്ടും പരോക്ഷമായിട്ടും അകത്തുള്ളവരും ഉണ്ട്. നമുക്ക് ചില സമയത്ത് നമുക്കെല്ലാം അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്ന, കാരണം അത് നമ്മൾ തന്നെ നമ്മുടെ നാശം വിളിച്ചു വരുത്തും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എല്ലാവരും എളിമപ്പെടണം, ഞാനും എളിമപ്പെടണം, നിങ്ങളും എളിമപ്പെടണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കണം, അല്ലെങ്കിൽ സാത്താൻ്റെ പ്രവർത്തനം നമുക്കിട്ടടിക്കും. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീ മഴ പെയ്തതുപോൽ, ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീ മഴ പെയ്തതുപോൽ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. അഭിഷേകം ഒറ്റ വിളിച്ചോയേ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കണ്ണടച്ച് പിടിക്കട്ടെ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, തിരുസഭയിൽ ജീവനോടെ വാഴുന്ന ഉദ്ധിതനായ ഈശോ മിശിഹായുടെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഈ ദിവ്യകാര്യത്തിൽ എഴുന്നള്ളി വസിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഈ കൂട്ടായ്മയുള്ള ഓരോ മകൻ്റെയും മകളുടെയും കുടുംബത്തിലും ജീവിതത്തിലും ആത്മാവിലും ശരീരത്തിലും മനസ്സിലും പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര അരൂപികളോടുമായിട്ട് കൽപ്പിക്കുകയാണ്. ഈ സ്ഥലത്തുള്ള മുഴുവൻ ദൈവമക്കളിലും രഹസ്യമായോ പരസ്യമായോ അന്ധകാരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ അരൂപികളോട് കൽപ്പിക്കുന്നു, യേശുനാമത്തിൽ കത്തിക്കുന്നു. ബന്ധുശേഷുവിനെ കാഴ്ചപ്പാട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു. ദേശത്തുള്ള കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന വെറുപ്പിന്റെ ആത്മാക്കള്, നിരാശയുടെ ആത്മാക്കള്, കുറ്റബോധത്തിന്റെ ആത്മാക്കള്, മാനസിക രോഗങ്ങളുടെ ബന്ധനങ്ങള്, പൈശാചിക രോഗബന്ധനങ്ങൾ, ഭയത്തിന്റെ ബന്ധനങ്ങള്, അസ്വസ്ഥതകളുടെ ബന്ധനങ്ങളാൽ കഴിയുന്ന ആരെല്ലാം ഈ കൂട്ടായ്മയിലെ കുടുംബങ്ങളുണ്ടോ ആ മക്കളുള്ള ഈ അന്ധകാര ശക്തികളെ 1 യോഹന്നാൻ 3:8 ബന്ധിക്കുന്ന യേശുനാമത്തിൽ. ഈ ദേശത്തുള്ള കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗങ്ങൾ, കൈനോട്ടം, രാഹുകാലം നോട്ടം, പൈശാചിക ശക്തിയിൽ ആരാധിക്കുന്ന മക്കള്, വിഗ്രഹ ആരാധനയ്ക്ക് പോകുന്ന മക്കള്, ബ്ലാക്ക് മാസ്, ഓജോ ബോർഡ്, സാത്താന്റെ ആരാധന കേന്ദ്രങ്ങളിൽ പോകുന്ന മക്കളും ആരെല്ലാം ഉണ്ടോ അവനിലും അവളിലും കുടുംബത്തിലും രഹസ്യമായി പരസ്യമായി പ്രവർത്തിക്കുന്നു ആ പുരാതന സർപ്പത്തെ ഉദ്ധിതനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിച്ചിരിക്കുന്നു. ബന്ധുശേഷുവിനെ കാഴ്ചപ്പാട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. ഈ ദേശത്തുള്ള കുടുംബങ്ങളിൽ വ്യക്തികൾ പ്രവർത്തിക്കുന്ന മദ്യപാനത്തിന്റെ, പുകവലിയുടെ, മയക്കുമരുന്നിന്റെ, കഞ്ചാവിന്റെ അവിഹിത ബന്ധങ്ങൾ, പ്രേമബന്ധം, വ്യഭിചാര, സ്വയംഭോഗം, സ്വവർഗരതികളോ, ദുഷ്ടപിശാചുക്കൾ ഈ കൂട്ടായ്മയിലുള്ള കുടുംബങ്ങളിലോ ആരെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ അവരിലും അവളിലുമുള്ള ദുഷ്ടാരൂപികളെ, പൈശാചിക ആത്മാക്കളെ ഉദ്ധിതനായ യേശുനാമത്തിൽ മർക്കോസ് 9:24-25 വചനം കൊണ്ട്, 1 യോഹന്നാൻ 3:8 വചനം കൊണ്ട്, എസ് 22-28 വചനം കൊണ്ട്, എഫെസോസ് 6:17 വചനം കൊണ്ട് ബന്ധിക്കുന്നു. ബന്ധുശേഷുവിനെ കുറിച്ച് ചുവട്ടിലേക്ക് നിലയ്ക്കാതെ സ്തുതിക്കട്ടെ, ആനന്ദിച്ച് സ്തുതിക്കട്ടെ, ആഹ്ലാദം സ്തുതിക്കുന്നു, ഭാഷാപരം സ്തുതിക്കട്ടെ, പ്രവചനപരത്തിൽ സ്തുതിക്കട്ടെ, ജ്ഞാനത്തിൽ സ്തുതിക്കട്ടെ, ആത്മാവിൽ സ്തുതിക്കട്ടെ, അരൂപിയിൽ നിറഞ്ഞ് ഈശോയെ സ്തുതിച്ച് കെട്ടഴിയുന്നു.
ജീസസ് 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 ജീസസ്